സെഷനിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പിന്നെ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു സ്പാൻ ഇതുപോലത്തെ സ്റ്റൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു ഹെഡിങ് ആണ്. ഈ ഹെഡിങ്ങിന് ഞാൻ കളർ ഗ്രീൻ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ബ്രൗൺ ആണ് കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ട് ഞാൻ മാറ്റം വരുത്തണം. ഇങ്ങനെ നമ്മൾ സ്റ്റൈൽ ഓരോരോ എലമെന്റിനും നമ്മൾ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു അപ്രോച്ച് നമ്മൾ വിളിക്കുന്ന പേര് ഇൻലൈൻ സ്റ്റൈലിംഗ് എന്നുള്ളതാണ്. ഇൻലൈൻ സ്റ്റൈലിംഗ്. ഓക്കെ. അത് ഇൻലൈൻ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എലമെന്റിന്റെ അതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ സ്റ്റൈലിംഗ്. അതല്ലാണ്ട് നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഈ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡിന്റെ പോർഷൻ തന്നെ ആണെന്നില്ല, ഈ ഒരു ബോഡി പോർഷനിലും കൊണ്ടുവന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് സ്റ്റൈൽ എന്നുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിനുള്ളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ഒരു സ്പാനും ആ സ്പാൻ എനിക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്ക് ഡിസ്പ്ലേ വേരിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, ഇവിടെ എനിക്കൊരു നെയിം കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റൈല് ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് ആ നെയിം എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോട്ട് വെച്ചിട്ട് നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഞാൻ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഡോട്ട് ടൈറ്റിൽ എന്നുള്ളൊരു പേര് കൊടുത്തു. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് CSS ക്ലാസ് എന്നുള്ളതാണ്. ഇങ്ങനെ ഡോട്ട് വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേര് CSS ക്ലാസ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കളർ ഗ്രീൻ ഫോണ്ട് സൈസ് 2EM എന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ. ഇങ്ങനെ ഞാൻ ഇതൊരു CSS ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യലാണ്. അതിനെ ഞാൻ ഇവിടെ അതിനെ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ കോഡാണ് ഞാൻ ഇവിടെ എഴുതുന്നത്, CSS ക്ലാസ്സിൻ്റെ. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CSS ക്ലാസ്സിനെ എനിക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിന് ഞാൻ ചെയ്യേണ്ടത് ഇവിടെ ഏത് എലമെന്റിനാണോ ഉപയോഗപ്പെടുത്തേണ്ടത് അതിന് ഞാൻ ഇവിടെ വന്നിട്ട് ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ എന്നുള്ളത് കൊടുക്കുക, ഡോട്ട് ഇല്ലാണ്ട് കൊടുക്കുക. ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ കോഡ് എഴുതുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഡോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഏത് എലമെന്റിനാണോ നമ്മൾ കൊടുക്കുന്നത് അവിടെ ജസ്റ്റ് ക്ലാസ് ഈക്വൽ ടു എന്നിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ എനിക്ക് പിന്നെ ഇതൊരു പിന്നെ ഒന്നാമത്തെ ടൈറ്റിലാണ്. അതേപോലെ എനിക്ക് വേറൊരു ടൈറ്റിലും കൂടെ, പിന്നെ ഇവിടെ കുറച്ച് പാരഗ്രാഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറൊരു ടൈറ്റിലും കൂടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ടൈറ്റിലും കൂടെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സെയിം അപ്രോച്ച് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലാസ് ഈക്വൽ ടു ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ടൈറ്റിൽ 1നും 2നും ഒരേ സ്റ്റൈല് കിട്ടി. ഓക്കെ. അപ്പം ഇനി എനിക്ക് ഇവിടെ ഇതിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒറ്റ സ്ഥലത്ത് പോയിട്ട് മാറ്റം വരുത്തി കൊടുത്തു. ഇതിൻ്റെ ബ്രൗൺ ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ മതി, ഒറ്റ സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ കളർ മാറ്റം വരുത്തി കൊടുത്താൽ മതി. അപ്പോൾ രണ്ടിടത്തും അതിൻ്റെ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവും. ഓരോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡോട്ട് വെച്ചിട്ട് കൊടുക്കുന്നതിന്, എന്നിട്ട് നമ്മളിവിടെ ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പറഞ്ഞിട്ട് CSS ക്ലാസ് ആണ്. അതിനോട് നമ്മൾ ക്ലാസ് ഈക്വൽ ടു എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഡോട്ട് കൊടുക്കുന്നു. അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥലത്ത്, കൺസ്യൂം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഡോട്ട് ഇല്ലാണ്ട് ക്ലാസ് ഈക്വൽ ടു എന്നിട്ട് കൊടുക്കുന്നു. ഇതുപോലത്തെ നമുക്ക് ഒരു എലമെന്റിന് ഒരു ക്ലാസ് അല്ല മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫോ എന്ന് പറയുന്ന ഒരു പിന്നെ ക്ലാസ്സും കൂടെ എഴുതി. ഞാൻ എന്നിട്ട് അതിന് ഡെക്കറേഷൻ എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്തു, അണ്ടർലൈൻ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടൈറ്റിൽ ഒരു രണ്ടാമത്തെ ടൈറ്റിൽ എനിക്ക് എന്ത് ചെയ്യണം, പിന്നെ അത് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കൂടെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് രണ്ടാമത്തെ CSS ക്ലാസ് നെയിം കൊടുക്കാൻ പറ്റും. ഇത് ക്ലാസ് നെയിമാണ്. ടൈറ്റിൽ എന്നുള്ളതും ക്ലാസ് നെയിമാണ്, ഇമ്പോർട്ടൻറ്റ് ഇൻഫോ എന്നുള്ളതും ക്ലാസ് നെയിമാണ്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ക്ലാസ് നെയിം ഇവിടെ എനിക്ക് സ്പേസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിൽ കൊടുത്തിട്ടുള്ള കോഡും ഇതിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി രണ്ടാമത്തിന് നമുക്ക് അണ്ടർലൈനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ ഇതേപോലെ നമുക്ക് ഒന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. കോഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. കാരണം ഒരു സ്ഥലത്ത് വന്നിട്ട് മാറ്റം വരുത്തി കൊടുത്താൽ മതി, എല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ആവും. പിന്നെ ഇതിൽ നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എഡ്ജിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഈവൻ ക്രോമിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ, ഡെവലപ്പർ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ
ഡെവലപ്പർ ടൂൾസ് ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഇൻസ്പെക്ട് കൊടുത്തിട്ട് ഞാൻ ഡെവലപ്പർ ടൂൾസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിലുള്ള ഈ സ്പാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ എലമെന്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ക്ലാസ്സുകളാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സ്റ്റൈൽസിന്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോട്ട് ടൈറ്റിലും ഉണ്ട്, ഡോട്ട് ഇമ്പോർട്ടൻ്റ് ഇൻഫോ ഉണ്ട്, രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത് കാണാനും പറ്റും. അതേപോലെ തന്നെ അത് എവിടെ നിന്നാണ് ഈ ക്ലാസ് എവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാനും പറ്റും. ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് HTML ഫയലിൽ ലൈൻ നമ്പർ 10 ഈ ടൈറ്റിൽ എന്ന് പറയുന്ന ലൈൻ നമ്പർ 6. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ നമ്പർ ഇവിടെ നമുക്ക് ലൈൻ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ലൈൻ നമ്പർ 6 ടൈറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ലൈൻ നമ്പർ 10 ഇത് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇത് ലോഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് ഇവിടെ പരീക്ഷണം നടത്തി നോക്കാൻ പറ്റും. ഇവിടെ ഞാൻ ടൈറ്റിലെ ബ്രൗൺ കളർ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡാർക്ക് റെഡ് ആക്കിയിട്ട് മാറ്റുകയാണ്. ജസ്റ്റ് റെഡ് എന്നുള്ള ഡാർക്ക് റെഡ് ആക്കിയിട്ട് മാറ്റുകയാണ്. നമുക്കത് ഞാൻ റെഡ് ആക്കിയിട്ട് മാറ്റി. അപ്പം ഈ നമ്മളിവിടെ ഈ ക്ലാസ്സിലാണ് ശരിക്കും മാറ്റം വരുത്തുന്നത്. ഓക്കെ, ക്ലാസ്സിൽ മാറ്റം വരുത്തുന്ന സമയത്ത് നമുക്കറിയാം ഈ ക്ലാസ്സിന്റെ കോഡിലാണ് മാറ്റം വരുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അവിടെ എല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് ഇതിന് ആക്ച്വൽ കോഡ് എനിക്ക് ഇനി ബ്രൗണിനേക്കാണ് ഇഷ്ടപ്പെട്ടത് റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ആക്ച്വൽ കോഡ് ഇവിടെ മാറ്റം വരുത്തുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ റെഡായിട്ട് ലോഡാവും. നമുക്ക് ഇവിടെ വെച്ച് കണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സ്റ്റൈലിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, മറ്റൊന്നുള്ളത് ഒരു എലമെന്റിന് ഇപ്പൊ നമ്മൾ കൊടുത്ത് നോക്കിയത് ക്ലാസ് കൊടുത്ത് നോക്കി, സ്റ്റൈൽ ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിന് എനിക്ക് ഒരു എലമെന്റിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റൈലും കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് ഞാൻ കൊണ്ടുവന്നിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, ഒരു ബോർഡർ ഒരു 2 പിക്സൽ സോളിഡ് ഗ്രീൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ബോർഡർ കൊടുക്കുകയാണ്. ഇതിനെന്തായി, ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടുതൽ സ്റ്റൈലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈലും കൂടെ ലോഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ എലമെന്റ് ഡോട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും ഇൻലൈൻ സ്റ്റൈലാണ്. പിന്നെ ഇവിടെ താഴെ നമുക്ക് ക്ലാസ്സുകളും കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്തി നോക്കാനും പറ്റും. ഒരു എലമെന്റിന് അറ്റ് എ ടൈം ക്ലാസ്സും കൊടുക്കാം, സ്റ്റൈലും കൊടുക്കാം. അതിൽ ഇമ്പോർട്ടൻസ് കിട്ടുക എപ്പോഴും സ്റ്റൈലിനാണ് കൂടുതൽ പ്രിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാസ്കേഡിങ് CSS എന്ന് വിളിക്കുന്നത്, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിന്റെ മേലെ ഒന്നായിട്ട് എങ്ങനെ നമ്മൾ ലെയറായിട്ട് ഒന്നിന്റെ മേലെ ഒന്നായി വെക്കുന്നതിനാണ് നമ്മൾ കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കാസ്കേഡിങ് എന്ന് പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ക്ലാസ്സിന്റെ മേലെ നമ്മൾ സ്റ്റൈല് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിൽ ശരിക്കും ഇതിൽ വരുന്ന ഓരോരോ പ്രോപ്പർട്ടീസും ഇപ്പൊ നമ്മൾ കളറും ഫോണ്ട് സൈസും അതുപോലുള്ള എല്ലാം ഒന്നിന്റെ മേലെ ഒന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഫൈനലി വരുന്ന എന്താണോ അതാണ് ശരിക്കും എലമെന്റിന് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇമ്പോർട്ടൻസ് എപ്പോഴും കിട്ടുക ഇൻലൈൻ സ്റ്റൈലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക. അപ്പോൾ അതിനെ നമുക്ക് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വീട് എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വീട് എടുക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു, നാട്ടിലുള്ള പരിചയമുള്ള കുറച്ച് ആളുകളോടെല്ലാം സംസാരിച്ചു. അപ്പോൾ അവർ കുറേ അഭിപ്രായങ്ങളെല്ലാം പറയും, വീട് ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം, അങ്ങനെ കുറേ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ വന്നിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളും അവരുടേതായ അഭിപ്രായങ്ങളെല്ലാം പറയും. എന്നിട്ട് ഫൈനലി ഞാൻ എന്ത് ചെയ്യാം, എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങളുണ്ടാകും. എന്നിട്ട് ഫൈനലി ഞാൻ നടപ്പാക്കൽ ഏതാണ്, അവരത് എടുക്കാൻ പറ്റുന്നല്ലോ നമ്മൾ എടുക്കും. പക്ഷെ അവർ പറയുന്ന അവർ പറയാണ് ഇപ്പോൾ ഒരു വീടൊരു ഒരു 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണമെന്ന് ആണ് എല്ലാവരും അഭിപ്രായം. പക്ഷെ എൻ്റെ അഭിപ്രായം അതൊരു 5,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് മതി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബാക്കിയുള്ള അവർ പറയുന്ന പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫ്ലോർ ഇന്നതാക്കണം അതെല്ലാം ഞാൻ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻ്റെതായ ഡിസിഷൻ വേറെ എനിക്കിതിനെ ഓവർറൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എപ്പോഴും എനിക്ക് അതിൻ്റെ മേലെ എൻ്റെതായ ഡിസിഷൻസ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലി വരുന്നതിനെല്ലാം നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിലുള്ള ഏതെങ്കിലും ഒന്നിന് ഞാൻ എൻ്റെതായ ഒരു വാല്യൂ വെച്ച് എനിക്ക് ഇതിനെ മാറ്റം വരുത്താൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ കളർ റെഡ് അവിടെ നിന്ന് വരുന്നുണ്ട്, ഞാൻ എന്നിട്ട് ഇവിടെ തീരുമാനിക്കുകയാണ് കളർ റെഡ് വേണ്ട, അതിന് എനിക്ക് വേണ്ടത് കളർ യെല്ലോ ആണെന്നുള്ളത്. ഫൈനലി നമ്മൾ യെല്ലോ ആണ് കാണുക. കാരണം ഇപ്പോൾ
മറ്റുള്ള ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും പറ്റുന്നതെല്ലാം സ്വീകരിക്കും. പക്ഷെ എൻ്റെതായ തീരുമാനം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എനിക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റൈലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ കൊടുക്കുന്നത് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ CSS ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പല സ്ഥലത്ത് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊരു അപ്രോച്ചാണ്. പിന്നെ എനിക്കിങ്ങനെ പല സ്ഥലത്ത് യൂട്ടിലൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ ഒറ്റ സ്ഥലത്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഞാനൊരു പിന്നെ ഇതൊരു ലോഗോ ആണ്. ഒരു എനിക്കിതിനെ മൾട്ടിപ്പിൾ സ്ഥലത്ത് യൂട്ടിലൈസ് ചെയ്യണമെന്നില്ല. ഒറ്റ സ്ഥലത്തേ ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്കതിനെ ക്ലാസ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ID ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ ID ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു ലോഗോന്നോ അല്ലെങ്കിൽ ലോഗോ കണ്ടെയ്നറിനോ പിന്നെ ഒരു നെയിം എനിക്ക് ഇതിനിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ID എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണീക്കായിട്ട് നമ്മളൊരു സംഭവത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊടുക്കുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ പേരിന് നമ്മൾ വിളിക്കുന്ന പേരിന് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഈ ലോഗോ കണ്ടെയ്നർ എന്നുള്ളത് നമ്മളിതിൽ കൊടുക്കുന്ന ഒരു ID ആണ്. ഓക്കെ. അത് ഈ സ്പാനിന് കൊടുക്കുന്ന ഒരു ID ആണ്. ഇങ്ങനെ ഒരു ID നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ID വെച്ചിട്ട് നമുക്ക് CSS അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇൻലൈൻ കൊടുക്കുന്നതിന് പകരം എനിക്ക് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ലോഗോ ഹൈഫൺ കണ്ടെയ്നർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് വന്നിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ കളർ ലൈറ്റ് ഗ്രീൻ, ഫോണ്ട് സൈസ് ഒരു 2em. ഓക്കെ. ഇങ്ങനെ ഞാൻ ഒരു പിന്നെ സ്റ്റൈൽ ഞാനിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഇൻലൈൻ സ്റ്റൈൽ എന്നാലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ID അറിയുന്ന ഒരു ID നമുക്ക് കൊടുത്തിട്ട് ID വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഹാഷാണ്. ഹാഷ് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ഡോട്ട് എന്നുള്ളത് ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഹാഷ് എന്നുള്ളത് ID-നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഹാഷാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ID ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ID കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ കോഡ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമുക്കത് കാണാൻ പറ്റും. സോഫ്റ്റ്വെയർ ലാബ്സ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് CS അപ്ലൈ ചെയ്യാൻ ഇൻലൈൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ക്ലാസ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ID വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ സ്റ്റൈൽ ബ്ലോക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റൈൽ ബ്ലോക്കിന് പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു index.html about.html എനിക്ക് ഇതിൻ്റെ സ്റ്റൈൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു ബ്ലോക്ക് അപ്പുറം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ ഞാനിവിടെ പിന്നെ ഒരു CSS എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കി. എന്നിട്ട് എനിക്ക് വേണ്ട സ്റ്റൈൽസ് എല്ലാം എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഫയലാക്കിയിട്ട് ഒന്നിൽ കൂടുതൽ ഫയൽസ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? styles.css എന്ന് പറയുന്ന ഒരു ഫയൽ എക്സ്റ്റൻഷൻ ആക്കിയിട്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഇവിടെ ഇപ്പം കൊടുത്തിട്ടുള്ള ഈ ഒരു കോഡിനെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഇപ്പുറം കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതൊരു CSS ഫയലാണ്, HTML ഫയലല്ല. CSS ഫയൽ ആയതുകൊണ്ട് നമുക്ക് HTML കോഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് നമുക്ക് ഡോട്ടാണോ ഹാഷാണോ ഏത് രീതിയിലോ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ എഴുതുന്നതിന് അതിന് ഇക്വലൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഈ ഒരു ബ്ലോക്കിന് ഇക്വലൻ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യാണ്? കമൻറ്റ് ചെയ്യാണ്. ഈ കോഡിൽ എനിക്ക് ആവശ്യമില്ലല്ലോ. ഞാൻ ഇതിനെ കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് VS കോഡിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോളും സ്ലാഷും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമൻറ്റ് ചെയ്യാൻ പറ്റും. കമൻറ്റ് ചെയ്ത കോഡ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെപ്പറേറ്റ് ഫയലാക്കിയിട്ട് മാറ്റി. പക്ഷേ ഈ സെപ്പറേറ്റ് ഫയലിൽ നമ്മൾ യാതൊരു ബന്ധവുമില്ല. നമ്മളതിനെ ലിങ്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫയലിനെ നമുക്ക് നമ്മുടെ പിന്നെ ഇതിലോട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ഈ ടാഗ് നമ്മൾ പൊതുവേ ഉപയോഗിക്കാറുള്ളത് ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് നമ്മൾ യൂസർക്ക് കാണാനുള്ള ഡാറ്റ അല്ല. അത് ശരിക്കും നമ്മുടെ ഈ ഫയലിനെ നമ്മൾ പറയാണ് ഈ ഫയൽ ഞാൻ ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എനിക്കിവിടെ href ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരത്തെ നമ്മൾ ഇമേജിനെല്ലാം പാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? പിന്നെ CSS/styles.css എന്ന് പറയുന്ന ആ ഒരു ഫയലിനെ എനിക്കിവിടെ കൊടുക്കാൻ പറ്റും.
ഓക്കെ, എന്നിട്ട് ഞാനിവിടെ REL ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്നൂടെ കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഞാൻ പറയുന്നത് ഈ index.html ഉള്ളിൽ എനിക്ക് ഇതിനോടൊരു ഡിപ്പെൻഡൻസി ഉണ്ട്, ഇതും കൂടെ ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് ലോഡ് ചെയ്യുന്നതോടുകൂടി എന്താവും, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ വാല്യൂസ് അവർക്ക് ഇവിടെ നിന്ന് എടുത്ത് കണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സെയിം എഫക്റ്റ് കാണുന്നുണ്ട്. ഇതിലുള്ള കോഡ് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇതിനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് കളയാൻ പറ്റും. എന്നാലും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തൽക്കാലം കോഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ എന്താ ചെയ്തത്, നേരത്തെ ചെയ്തത് ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഇൻലൈൻ സ്റ്റൈൽ നോക്കി. പിന്നെ നമ്മൾ നമ്മുടെ സെയിം ഫയലിനുള്ളിൽ തന്നെ സ്റ്റൈൽ ബ്ലോക്ക് കൊടുത്തുകൊണ്ട് സ്റ്റൈൽ ടാഗ് കൊടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ കോഡ് എഴുതി നോക്കി. പിന്നെ ഇപ്പോൾ ഒരു ഒറ്റ പേജിൽ മാത്രം ഉപയോഗിക്കേണ്ട കോഡാണെങ്കിൽ എനിക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് ഒരു സ്റ്റൈൽ പല ഒന്നിൽ കൂടുതൽ HTML ഫയലിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും അതേ പ്രശ്നം വരും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പല ഫയലിലെ വേർഡ് ചേഞ്ചസ് വരുത്തണം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ styles.css എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഫയലൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതിനാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിലിൻ്റെ കളർ മാറ്റിയിട്ട് റെഡ് മാറ്റിയിട്ട് നമ്മൾ പിന്നെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റൈല് നമ്മളിന്ന് ഈ സെഷനിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് പിന്നെ ഇൻലൈൻ സ്റ്റൈൽ നോക്കി, ക്ലാസ് വെച്ചിട്ടുള്ള പിന്നെ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് നോക്കി, ID വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് നോക്കി. ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഡോട്ടും ID ആണെങ്കിൽ പിന്നെ ഹാഷും ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പുറത്ത് നമ്മൾ പിന്നെ ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതലോ ക്ലാസ് സ്പേസ് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് പിന്നെ സ്റ്റൈൽ ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്നത് നോക്കി. അതേപോലെ എക്സ്റ്റേണൽ ഫയലായിട്ട് CSS നമുക്ക് ഉപയോഗിക്കുന്നത് നോക്കി. ഇത് എനിക്ക് പിന്നെ ഈ എബൌട്ടിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എബൌട്ടിൽ എനിക്ക് ഇതേപോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത് ഹെഡിൻ്റെ ബ്ലോക്കിൽ വരിക, എന്നിട്ട് അവിടെ വന്നിട്ട് ലിങ്ക് href ഈക്വൽ ടു, ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റീവ് പാത്താണ് കൊടുക്കേണ്ടത്. റിലേറ്റീവ് പാത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിൽക്കുന്നത് അതിന് റിലേറ്റീവ് ടു പിന്നെ ആ ഫയൽ എങ്ങനെയാണ് പാത്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ പാരന്റ് ഫോൾഡറിൽ പോവുക, എന്നിട്ട് അവിടെ നിന്ന് CSS പോവുക, എന്നിട്ട് അവിടെ നിന്ന് സ്റ്റൈൽ എടുക്കുക. അപ്പോൾ ഞാൻ // എന്ന് പറഞ്ഞാൽ പാരന്റിലെത്തി. പാരന്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് CSSന്റെ ഫോൾഡർ കിട്ടും. എന്നിട്ട് അതിനുള്ളിൽ എനിക്ക് CSS ഞാൻ എടുത്തു. എന്നിട്ട് REL ഈക്വൽ ടു എന്ന് സ്റ്റൈൽ ഷീറ്റ് എന്ന് നമ്മുടെ കൊടുത്തു. ഇപ്പം എന്തായി, ഈ പേജിൽ നമ്മൾ സെയിം CSS ഫയൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു സ്പാൻ കൊടുക്കുകയാണ്. ക്ലാസ് ഈക്വൽ ടു ടൈറ്റിൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻഡെക്സ് പേജ് തന്നെയാണ്. ഞാൻ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഇതിനെ മാറ്റിയിട്ട് about/about.html സ്പെല്ലിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ എബൌട്ട് എന്ന് പറയുന്ന ടൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ പിന്നെ ഇതേ കളർ ബ്ലൂ കളറിനെ കാണുന്നത്, കാരണം അതേ സ്റ്റൈൽ തന്നെയാണ് ഇപ്പുറത്തും ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്റ്റേണൽ CSS ഫയൽ ആക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്, ഒരിക്കൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പല പേജിലും നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ.